നമസ്കാരം. മാംഗ്ലൂരിലെ മുൻ MLA മൊഹിദ്ദീൻ ബാവയുടെ സഹോദരനും പ്രമുഖ വ്യവസായിയുമായ മുംതാസ് അലിയുടെ ആത്മഹത്യയിൽ ഹണി ട്രാപ്പ് എന്ന ആരോപണവുമായി കുടുംബം. 6 പേർ ചേർന്ന് ഹണി ട്രാപ്പിൽപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്തുവെന്ന് കാണിച്ച് മുംതാസ് അലിയുടെ കുടുംബം കാവൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഇദ്ദേഹം ഒരു സ്ത്രീയും ഉൾപ്പെടുന്ന വീഡിയോ ഉപയോഗിച്ച് ഇവർ ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നുവെന്ന് കുടുംബം വിശ്വസിക്കുന്നു. തൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇക്കാര്യം സൂചിപ്പിച്ച് മുംതാസ് അലി തൻ്റെ കുടുംബ ഗ്രൂപ്പിന് ഒരു സന്ദേശം അയച്ചിരുന്നു. അതിൽ താൻ ഇതിനകം 50 ലക്ഷം രൂപ പ്രതിക്ക് നൽകിയിട്ടുണ്ടെന്നും 25 ലക്ഷം രൂപയുടെ മറ്റൊരു ചെക്ക് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. ഈ ശബ്ദ സന്ദേശത്തിലാണ് മുംതാസ് കുറ്റാരോപിതനായ സത്താർ ഉൾപ്പെടെ നിരവധി പേരെ പരാമർശിച്ചിരുന്നു. ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് അതിൽ ഉൾപ്പെട്ട 6 പേർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് സർക്കുലർ പുറപ്പെടുവിച്ചതായി മംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ അനുപമം അഗർവാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. കുടുംബം നൽകിയ പരാതിയിൽ മുഖ്യപ്രതിയായ റഹ്മത്ത്, കൂട്ടാളികളായ അബ്ദുൽ സത്താർ, ഷാഫി, മുസ്തഫ, ഷുഐബ്, സിറാജ് എന്നിവർക്കെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതുവരെ പോലീസ് അന്വേഷണത്തിൽ റഹ്മത്ത് എന്ന സ്ത്രീയെ മുൻനിർത്തി ഇവർ മുംതാസ് അലിയെ ഹണി ട്രാപ്പിൽ പെടുത്തുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. തുടർന്ന് ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ചെയ്തതായി തെളിഞ്ഞിട്ടുണ്ട്. ഞായറാഴ്ച പുലർച്ചെ കുളൂർ പാലത്തിൽ നിന്ന് മുംതാസ് അലി ഫൽഗുനി നദിയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. കോൺഗ്രസ് MLA ആയിരുന്ന മൊഹിദ്ദീൻ ബാവയുടെ സഹോദരനാണ് മരിച്ച മുംതാസ് അലി. മംഗളൂരുവിലെ കാട്ടിപ്പള്ളിയിലുള്ള മിസ്ബാഹ് ഓഫ് ഗ്രൂപ്പ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചെയർമാനായ മുംതാസ് അലിക്ക് മത്സ്യ കയറ്റുമതി ബിസിനസ്സുമുണ്ട്. മംഗളൂരുവിലെ മലയാളി സമൂഹവും AP അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം ഗ്രൂപ്പുമായും ഇദ്ദേഹത്തിന് അടുത്ത ബന്ധം പുലർത്തി വരുന്നു.